കാരോൾഡേസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ ഇലക്ഷന് ശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മെയ് മാസത്തിൽ നടത്തുവാൻ പോവുകയാണ്. എന്നാൽ 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയായിരിക്കും ലഭിക്കുക എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എങ്കിൽ 1 മാസത്തെ തുകയായ 1600 രൂപയാണ് വിതരണം ചെയ്യുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പായി കാരോൾഡേസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഇലക്ഷന് മുൻപായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന 3 മാസത്തെ കുടിശ്ശിക പെൻഷൻ കൃത്യമായി തന്നെ വിതരണം ചെയ്തിരുന്നു. 1 മാസത്തെ പെൻഷനായ 1600 രൂപ ഈസ്റ്ററിന് മുൻപ് മാർച്ചിലും 2 മാസത്തെ പെൻഷനായ 3200 രൂപ വിഷുവിന് മുൻപായി ഏപ്രിലിലുമാണ് വിതരണം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കവേ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ ആ മാസം ഒടുവിലത്തെ ദിവസങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരുന്നു. എന്നാൽ മെയ് 2ാമത്തെ ആഴ്ചയായെങ്കിലും ധനമന്ത്രിക്ക് ഈ വാക്ക് പാലിക്കുവാൻ ആയില്ല. കഴിഞ്ഞ ബജറ്റിന് മുൻപുള്ള ബജറ്റിലും ഇതുപോലെ തന്നെ ഏപ്രിൽ മുതൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുവാൻ എന്ന് പറഞ്ഞാണ് പെട്രോളിനും മദ്യത്തിനുമെല്ലാം ധനമന്ത്രി സെസ് ഏർപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ വർഷവും എല്ലാ മാസവും പെൻഷൻ നൽകുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല 6 മാസത്തോളം ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാവുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ മെയ് മാസമായതോടെ 5 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് 60 ലക്ഷത്തോളം പേർക്കായി കുടിശ്ശികയായിരിക്കുന്നത്. ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 5 മാസത്തെ പെൻഷൻ തുകയായി 8000 രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകേണ്ടതുണ്ട്. അത്രയും തുക നൽകുവാനുള്ള സാമ്പത്തികം സർക്കാരിന് ഇല്ലാത്തതിനാൽ 2 മാസത്തെ തുകയായ 3200 രൂപ നൽകുവാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ഈ വർഷം 37,000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് കടം എടുക്കാൻ കഴിയും. ഇതിന്റെ ആദ്യ ഗഡുവായി 3000 കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഏപ്രിൽ തന്നെ നൽകിയിരുന്നു. ഇതിൽ 1000 കോടി ഏപ്രിൽ 23-നും 2000 കോടി ഏപ്രിൽ 29-നും റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിലെ ഈ കുബേർ സംവിധാനം വഴി സംസ്ഥാന സർക്കാർ കടം എടുത്തിരുന്നു. എന്നാൽ ഈ തുക ക്ഷേമ പെൻഷൻ വിതരണത്തിന് പകരം സർക്കാരിന്റെ മറ്റ് ചെലവുകൾക്കായി ഉപയോഗപ്പെടുത്തിയെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 1500 കോടി രൂപയുടെ ഒരു വായ്പ എടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ആ തുക വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ വിതരണം നടത്തുവാനാണ് നിർദ്ദേശമുണ്ടായിരുന്നത്. ഇതിനായി മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായി ഒരു സഹകരണ ബാങ്ക് കൺസോർഷ്യം കഴിഞ്ഞ മാസം രൂപീകരിച്ചിരുന്നു. സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ട പ്രകാരം 9.1% എന്ന ഉയർന്ന പലിശയും വായ്പയ്ക്ക് അനുവദിച്ചിരുന്നു. എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളോട് സർക്കാർ 1500 കോടി രൂപ ചോദിച്ചിട്ട് കിട്ടിയത് ഇതുവരെ 835 കോടി രൂപ മാത്രമാണ്. സർക്കാരിൽ നിന്നും കൃത്യമായി പലിശ ലഭിക്കുമെങ്കിൽ പോലും പണം സ്വരൂപിക്കാൻ കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കുകൾ. ഇതാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ടും വായ്പ നൽകുവാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിയാത്തത്. പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്താൻ സർക്കാർ പല വഴിക്കും ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന തുക സമാഹരിക്കാൻ കഴിയുന്നില്ല. 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ 750 കോടി രൂപയാണ് വേണ്ടത്. മെയ് 20 വരെ 1500 കോടി രൂപ പൂർണ്ണമായി സമാഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ മെയ് മാസം 20-ന് ശേഷം 1 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരോൾഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കുവാൻ കാരോൾഡേസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്